SKD സമർപ്പിത സമൂഹത്തിലെ സന്യാസിനികളെ, നിങ്ങൾക്കെല്ലാവർക്കും അഭിമന്യ ജെയിംസ് തൂങ്കുഴി പിതാവിൻ്റെ മരണത്തിലുള്ള ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവിനെ കുറിച്ചുള്ള ചിന്തകൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ശാന്തഗംഭീരമായ ജീവിതം, സൗമ്യമായ പെരുമാറ്റം, ആധ്യാത്മികതയിൽ അടിയുറച്ച ഒരു അജപാലന ജീവിതം, ഇങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. അവയെല്ലാം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അഭിമന്യ റാഫേൽ തട്ടിപ്പിതാവിൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുമല്ലോ. സഭാപിതാവിനോടുള്ള എല്ലാ ആദരവോടും കൂടി അദ്ദേഹത്തിന് ഞാൻ അനുശോചനങ്ങൾ അറിയിക്കുകയാണ്. അഭിമന്യ പിതാവ് 3 രൂപതകളിലും തൻ്റെ കഴിവുകളും ദൈവദാനങ്ങളും കൂട്ടിച്ചേർത്ത് അജപാലന ശുശ്രൂഷ നിർവഹിച്ചു എന്ന് നമുക്ക് അറിയാം. പ്രഖ്യാതനായ അഭിമന്യ ജോസഫ് കുണ്ടുകുളം പിതാവിൻ്റെ പിൻഗാമി എന്നുള്ള നിലയിൽ തൃശ്ശൂർ അതിരൂപതയ്ക്കുള്ള നേതൃത്വ സാക്ഷ്യം ഒട്ടും കുറയരുതെന്നുള്ള ചിന്തയോടുകൂടിയാണ് അഭിമന്യ തൂങ്കുഴി പിതാവ് തൻ്റെ ഈ അതിരൂപതയിലെ അജപാലനം നിർവഹിച്ചത്. അതിവിടുത്തെ വൈദികർക്കും ദൈവജനത്തിനും സമർപ്പിതർക്കും നന്നായി അറിയാവുന്നതാണ്. അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പല തവണയായിട്ട് അത് അറിയിച്ചിട്ടുള്ളതുമാണ്. അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടുകൂടിയാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിനും അതുപോലെ തന്നെ മേരി മാതാ മേജർ സെമിനാരിക്കുമൊക്കെ തുടക്കം കുറിച്ചത്. അവയെല്ലാം ഭംഗിയായി സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അഭിമന്യ പിതാവിൻ്റെ ആധ്യാത്മികതയാണ് നമ്മെ എല്ലാവരെയും കൂടുതൽ സ്പർശിക്കുന്നത്. പിതാവ് ആൻഡ്രൂസ് താഴും പിതാവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ വീട്ടിൽ ഈശോ എന്നുള്ള രക്ഷാകര നാമം എപ്പോഴും ഉച്ചരിക്കുമായിരുന്നു എന്ന്. അപ്പോൾ മിശിഹായിൽ കേന്ദ്രീകരിച്ച ഒരു ആധ്യാത്മികത സമ്പാദിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും അഭിമന്യ പിതാവിന് സാധിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പിതാവിൽ നിറഞ്ഞ് നിന്നിരുന്നു. ആ ഭക്തിയുടെയും ഭാഗമാണ് SKD സിസ്റ്റേഴ്സിൻ്റെ സമർപ്പിത സമൂഹം സ്ഥാപിക്കാൻ പിതാവിനെ പ്രേരിപ്പിച്ചത്. ഈ സഹോദരിമാരെപ്പോഴും പിതാവിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശ്രമകാലത്ത് അവർ ചെയ്ത ശുശ്രൂഷ മാതൃകാപരമാണ്. അവരെ ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. പിതാവിൻ്റെ ആധ്യാത്മിക ചിന്തയിൽ എപ്പോഴും സൗമ്യതയും ശാന്തതയും ഉള്ള സംസാരവും പ്രവർത്തനവും കാണാം. തിരുവചന പ്രഘോഷണങ്ങളായാലും അതുപോലെ തന്നെ തനിക്ക് സ്വതസിദ്ധമായ ഗാനചാതുരിയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന അർപ്പണമായാലും എല്ലാം വളരെ ഹൃദ്യമായ സ്വരത്തിൽ പിതാവ് നിർവഹിച്ചിരുന്നു. അത് ജനഹൃദയങ്ങളെ സ്പർശിക്കുന്നതായിരുന്നു. വാസ്തവത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനമാണ്. ശാന്തശീലർ ഭാഗ്യവാന്മാരാകുന്നു, എന്തെന്നാൽ അവർ ഭൂമി കൈവശമാക്കുമെന്ന് അഷ്ടഭാഗ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അഷ്ടഭാഗ്യങ്ങളിലെ ഭൂമി അത് ദൈവരാജ്യം തന്നെയാണ്. പിതാവ് തൻ്റെ ശാന്തതയിലൂടെ തൻ്റെ 3 രൂപതകളിലും അതുപോലെ തന്നെ താൻ പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും ദൈവരാജ്യം സ്ഥാപിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ഭരണം, അങ്ങനെയുള്ള ഒരു ആത്മീയത അജപാലകർക്ക് തീർച്ചയായിട്ടും മാതൃകാപരമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്രകാരം തൻ്റെ ജീവിതത്തെ വൈദികരോടും വൈദിക മേലധ്യക്ഷന്മാരോടും ചേർന്ന് നിർവഹിച്ച് നല്ലൊരു ആത്മീയ മാതൃക നമുക്ക് നൽകിയ പിതാവിനെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാം. വൈദികരോട് അദ്ദേഹം വളരെ വലിയ ഒരു ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം
പാലിച്ചിരുന്നു. നാം പട്ടം കൊടുക്കുന്ന വൈദികരെ എല്ലാവരെയും പ്രത്യേകം ഓർമ്മിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗദർശനങ്ങളും പിന്നീടും കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ സ്വരമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, അതിനുള്ള അവസരവുമല്ല. എല്ലാവരോടും ചേർന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ തുങ്കഴിപ്പിതാവിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന് സ്തുതി.